ജെന്റിൽമെൻ സെയിൻറ്റ്, അല്ലെങ്കിൽ ഏറ്റവും സൗമ്യനായ ശാന്തശീലനായ വിശുദ്ധൻ എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസിനെ വിശേഷിപ്പിക്കാറുള്ളത്. എന്നാൽ 20 വർഷത്തോളം തൻ്റെ കോപവുമായിട്ട്, ദേഷ്യപ്പെടുന്ന സ്വഭാവമായിട്ട് മല്ലടിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. പലതവണ പ്രകോപിപ്പിക്കപ്പെടുന്ന അവസരങ്ങളുണ്ടായപ്പോഴും ഒരിക്കൽ പറഞ്ഞു, തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ അത് 2 കൈയിലുമെടുത്ത് ഞെക്കിപ്പിടിച്ച് കളയാനുള്ള ഒരു വൈകാരികമായ അനുഭവം ഉണ്ടായിട്ട് പോലും ഫ്രാൻസിസ് സാലസ് അത്തരത്തിലൊരു അനുഭവത്തിലേക്ക് പോയില്ല. വീണ്ടും ഒരു ചെറുപ്പക്കാരൻ ഫ്രാൻസിസ് സാലസിനോട് ചോദിക്കുകയാണ്, അതുപോലൊരു അനുഭവം ഞാൻ പലതവണ താങ്കളെ തെറി പറഞ്ഞു, അസഭ്യം പറഞ്ഞു, വഴക്കുണ്ടാക്കിയിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് എന്നോട് തിരിച്ച് ദേഷ്യപ്പെടാതിരുന്നു? ഫ്രാൻസിസ് സാലസ് പറഞ്ഞു, ഞാൻ 20 വർഷം കൊണ്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് നേടിയെടുത്ത ആ ഒരു ജീവിത സാഫല്യം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ ഒരു കൃപ ഒരു 15 മിനിറ്റ് കൊണ്ട് നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയിൽ പ്രിയമുള്ളവരെ, ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം, അല്ലെങ്കിൽ ഫ്രാൻസിൽ പലതരത്തിലുള്ള വിപ്ലവത്തിന് ശേഷം വിശ്വാസമൊക്കെ, പ്രത്യേകിച്ചും ഈ ഒരു 1600കളിൽ സഭയിൽ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടായതിനു ശേഷം പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റന്റ് വിശ്വാസ രീതികൾ സഭയിലേക്ക് കടന്നു വന്ന സമയം ഫ്രാൻസിസ് സാലസ് 1593 ജനീവയുടെ ബിഷപ്പായ വ്യക്തിയാണ്. അദ്ദേഹം ആദ്യം ഒരു വക്കീലായിരുന്നു, അല്ലെങ്കിൽ ലോ പഠിച്ച ഒരാളായിരുന്നു. ഒട്ടും ഒരു വൈദികനാകുവാൻ അദ്ദേഹത്തെ കുടുംബം അനുവദിച്ചില്ലെങ്കിൽ കൂടിയും കുടുംബത്തോടും ചേർന്ന് നിന്ന് ലോ പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു വൈദികനായ വ്യക്തിയാണ്. ബിഷപ്പാകുന്നതിന് മുൻപുള്ളൊരു അവസരത്തിൽ ഈ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം കാൽവിനിസം എന്ന് പറയുന്ന ഒരു ചിന്താരീതി, അല്ലെങ്കിൽ ഒരു പാഷണ്ഡത ഒത്തിരിയേറെ ആളുകളെ വഴിതെറ്റിക്കുന്ന സമയത്ത് ഫ്രാൻസിസ് സാലസ് ആ ഒരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് വിശ്വാസം പ്രഘോഷിക്കുവാനായിട്ട് തുനിഞ്ഞിറങ്ങി. അവിടേക്ക് ആരും പോകില്ലായിരുന്നു. ബിഷപ്പ് ചോദിച്ചപ്പോൾ ഫ്രാൻസിസ് സാലസ് മാത്രമാണ് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് വോളണ്ടിയർ ചെയ്തു. പക്ഷേ 60,000-ഓളം 70,000-ഓളം ആളുകൾ ഈ ഒരു കാൽവിനിസത്തിലേക്ക് തിരിഞ്ഞ സമയത്ത് ഫ്രാൻസിസ് സാലസ് തുടർച്ചയായിട്ട് അവരുടെ അടുത്ത് ചെന്ന് വിശ്വാസത്തെ സംബന്ധിച്ചും യഥാർത്ഥ കാറ്റക്കിസം ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഒന്നെങ്കിൽ ആളുകൾ പേടിച്ചോ അല്ലെങ്കിൽ താല്പര്യക്കുറവ് കൊണ്ടൊക്കെ അദ്ദേഹത്തെ വീടിന് പുറത്താക്കുകയും മുഖത്തേക്ക് കഥകളൊക്കെ വലിച്ച് ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തു. ഒരു വഴിയുമില്ലാതിരുന്ന സമയത്താണ് ഫ്രാൻസിസ് സാലസ് ഒരു കാര്യം ചെയ്തത്. അനേകം ഇങ്ങനെ ചെറിയ നോട്ടീസുകൾ പോലെ, അല്ലെങ്കിൽ ചെറിയ കടലാസുകളിൽ വിശ്വാസത്തെ സംബന്ധിക്കുന്ന യഥാർത്ഥമായ സഭയുടെ പഠനങ്ങൾ എഴുതി ആളുകളുടെ വാതിലിനടിയിലൂടെ അവരുടെ വീട്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ തുടങ്ങി. ഒരു നവീനമായ സുവിശേഷവൽക്കരണത്തിന് അങ്ങനെ ഒരു ദീപം തെളിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഏതൊരവസരത്തിലും പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് അവസരങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തണമെന്ന് മാത്രം. മുൻപിൽ പ്രതിസന്ധികളുണ്ടാവും, മുൻപിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫ്രാൻസിസ് സാലസിന് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി ആളുകൾക്ക് കിട്ടത്തക്ക രീതിയിൽ അവരുടെ കഥകിൻ്റെ അടിയിലൂടെ വീട്ടിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നീട് പകൽ സമയത്ത് അദ്ദേഹം കുഞ്ഞുങ്ങളോടൊക്കെ കളിക്കുന്നത് കണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യമുള്ള ഒരു ഭാവം കണ്ട് ആളുകൾ കുറേയും കൂടി അദ്ദേഹത്തോട് തുറവിയോടുകൂടി പെരുമാറി. രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തെ ആരും വീട്ടിൽ കയറ്റാത്തത് കൊണ്ട് മരത്തിൻ്റെയൊക്കെ മുകളിലാണ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം കിടന്നുറങ്ങിയത്. അത്രമാത്രം കർത്താവിന് വേണ്ടി തീക്ഷ്ണതയോടെ സുവിശേഷവൽക്കരണത്തിൽ ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹം ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ 50,000-ൽ പരം ആളുകളെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം തൻ്റെ ആ ഒരു മിഷന് ശേഷം തിരികെ പോരുക. അദ്ദേഹത്തെ ജനീവയുടെ ബിഷപ്പാക്കിയതിനു ശേഷം അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു കാര്യം ആത്മാക്കളുടെ രക്ഷയാണ്. ആളുകളെ ഏറ്റവും കൂടുതൽ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് ഒത്തിരിയേറെ അദ്ദേഹം പരിശ്രമിച്ചു. അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത് വരുന്നവർക്ക് ആത്മീയ ഉപദേശം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. ഒരു സ്പിരിച്വൽ ഡയറക്ഷനിലൂടെ എല്ലാവരെയും ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ, അതുവഴി താനും ഒത്തിരി ദൈവത്തിലേക്ക് ആഴപ്പെടുകയാണെന്ന് പറഞ്ഞ ആളാണ് ഫ്രാൻസിസ് സാലസ്. ഒരു വിനാഗിരിയേക്കാൾ കൂടുതൽ ഒരു സ്പൂൺ തേൻ കൊണ്ട് നമുക്ക് ഒത്തിരി അധികം പ്രാണികളെ ആകർഷിക്കാമെന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ശാന്തശീലവും വിനയഭാവവും കൊണ്ട് നമുക്ക് ഒത്തിരിയേറെ ആളുകളെ, ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയെടുക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആപ്തവാക്യം. ശാന്തശീലതയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും സൗമ്യതയോടെയും ശാന്തതയോടെയും അദ്ദേഹം പെരുമാറിയത്. ശാന്തത എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവമല്ല, ഞാൻ ഏതൊരു കാര്യത്തോടും എടുക്കുന്നൊരു നിലപാടാണ്. ചില കാര്യങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് പെരുമാറാം, ചില കാര്യങ്ങളിൽ എനിക്ക് ശാന്തമായിട്ട് നോർമലായിട്ടും പെരുമാറും. ഫ്രാൻസിസ് സാലസ് പറയുന്നൊരു കാര്യം, ഏതൊരു അവസരത്തിലും നിന്റെ പേഷ്യൻസ്, നിന്റെ സഹനശീലം, അല്ലെങ്കിൽ നിന്റെ സൗമ്യത നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാ കാര്യത്തും നീ നോ പറയുമ്പോൾ പോലും അത് വളരെ ഉറപ്പോടുകൂടി നോ പറയുക. പക്ഷെ അവിടെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നോയും യെസും പറയുമ്പോഴും
നിന്റെ കാര്യങ്ങൾ സമർത്ഥിക്കുമ്പോഴും ദേഷ്യപ്പെടുകയോ ഒച്ചയുണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ശാന്തതയോടെ പറയാം. ബി ഫേം ബട്ട് ജെന്റിൽ. ഉറപ്പുള്ള ആളായിരിക്കുക, പക്ഷേ സൗമ്യശീലനായിരിക്കുക, സൗമ്യതയുള്ള ഒരു വ്യക്തിയായിരിക്കുക. അദ്ദേഹം ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവത്തോടുള്ള നമ്മുടെ ഒരു ബന്ധത്തെക്കുറിച്ചും പറയുകയാണ്, നമ്മൾ ഈ ഭൂമിയിലുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം പ്രേമിക്കുന്ന രണ്ട് വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറുന്നത്? മറ്റൊരാളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും, മറ്റൊരാളെയോട് സംസാരിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നോക്കി പാർക്കും, ആ വ്യക്തിയെക്കുറിച്ച് കുറേ അധികം സംസാരിക്കുമായിരിക്കാം, ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം. വെറുതെ ഒന്ന് നടന്നു പോകുമ്പോൾ കാണുന്നിടത്തെല്ലാം വ്യക്തിയുടെ പേര് എഴുതിയിടും, ഒരു മരത്തേലോ ഒരു കല്ലേലോ. അപ്പം നമുക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന വ്യക്തി ഇന്നയാളെ പ്രേമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ഇങ്ങനെ കല്ലുകൊണ്ടും പേന കൊണ്ടും ചോക്ക് കൊണ്ടും ഒക്കെ എഴുതിയിട്ട് ഒത്തിരി കാര്യങ്ങൾ കാണും. ഫ്രാൻസിസ് സാലസ് പറയാണ്, നീ ദൈവത്തെ അത്രമാത്രം സ്നേഹിക്കുന്നെങ്കിൽ ഓരോ നിമിഷവും ഇതുപോലെ തന്നെ നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കും, ദൈവത്തെക്കുറിച്ച് സംസാരിക്കും, ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നീ നിറയും. ദൈവത്തോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് നീ കടന്നു പോകുന്ന ഓരോ വ്യക്തികളിലും ഈശോയെ നീ കുറിച്ചിടും. നീ കണ്ടുമുട്ടുന്ന, നിന്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന, നീ കടന്നു പോകുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലും ഈശോയെ നീ കുറിച്ചിടുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടതാണ് എന്നുള്ള വലിയ ഒരു എന്താ പറയുക, ചിന്താഗതിയിലൊരു മാറ്റം കൊണ്ടുവന്നൊരു വ്യക്തി കൂടിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. അദ്ദേഹം സാധാരണ ആളുകൾക്ക് വേണ്ടി, അവരുടെ ഭക്തജീവിതത്തിന് വേണ്ടിയും വിശ്വാസത്തിൽ ആഴപ്പെട്ട് അവർ വിശുദ്ധരാകാൻ വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ആത്മീയ ഉപദേശങ്ങളുടെയൊക്കെ ഒരു സമാഹാരം ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഭക്തജീവിത പ്രവേശിക, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ഡിവോട്ട് ലൈഫ്. അത് പബ്ലിഷ് ചെയ്ത ഉടനെ ഒത്തിരിയേറെ ഭയങ്കര ഒരു എന്താണ് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായിരുന്നു ആ പുസ്തകം. കാരണം അന്നത്തെ കാലത്ത് എല്ലാവർക്കും വിശുദ്ധരാകാം എന്നുള്ള 1500കളുടെ അവസാനവും 1600കളുടെ ആരംഭമാണെന്ന് ഓർക്കണം. എല്ലാവർക്കും വിശുദ്ധരാകാം എന്നൊരു ചിന്താഗതിയും മനോഭാവവും ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. വിശുദ്ധരാകണമെങ്കിൽ ഒന്നെങ്കിൽ വൈദികരോ സന്യസ്തരോ അങ്ങനെയുള്ളൊരു ജീവിത മാതൃക അല്ലെങ്കിൽ താപസരൊക്കെ ആകണമെന്നൊരു ചിന്താരീതിയായിരുന്നു. കുറേയേറെ ആളുകൾ ഈ ഒരു പുസ്തകത്തെ ഇങ്ങനെ പുച്ഛിച്ചു തള്ളി. കാരണം വിശുദ്ധരാകുന്നവർക്ക് ചിരിക്കാം, കളിക്കാം, ഡാൻസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും അത്ര സുസമ്മതമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: ഓരോരുത്തരും തങ്ങളുടേതായ ജീവിത അവസ്ഥയിൽ വിശുദ്ധിയിലേക്കും ദൈവസ്നേഹത്തിലേക്കും വിളിക്കപ്പെട്ടവരാണ്. അവരവരുടെ ജീവിത മാർഗങ്ങളിലാണ് ഓരോരുത്തരും വിശുദ്ധരാകേണ്ടത്. ഒരു പട്ടാളക്കാരൻ ഒരു മെത്രാനെ പോലെയോ ഒരു കുടുംബനാഥൻ ഒരു സന്യാസിയെ പോലെയോ ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഒരു വൈദികൻ ഒരു കുടുംബനാഥനെ പോലെയോ ഒരു ബിസിനസ്മാനെ പോലെയോ ഒരാളല്ല. വ്യാപാരം ചെയ്യുന്ന ഒരാൾ ഒരു കൃഷിക്കാരനെ പോലെ ജീവിക്കേണ്ട ഒരാളല്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ജീവിത വിളിയുണ്ട്, ജീവിത മാർഗമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന ജീവിത മാർഗങ്ങളിൽ, ജീവിത അവസ്ഥയിൽ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് ഫ്രാൻസിസ് സാലസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ്. ദൈവം നിന്നെ നട്ടയിടത്ത് നീ പുഷ്പിക്കുക. അക്കരെ പച്ച തേടി പോവാതെ, അവിടെ ഇവിടെ നോക്കി മറ്റുള്ളവരുമായിട്ട് നമ്മളെ തന്നെ താരതമ്യം ചെയ്യാതെ, ബ്ലൂം വെയർ യു ആർ പ്ലാന്റഡ്. നിന്നെ ദൈവം നട്ടയിടത്ത് നീ പുഷ്പിക്കുക. ദൈവ തിരുസന്നിധിയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് സാലസ് നമ്മളോട് പറയുന്നത് പോലെ ഒരു തരത്തിലും ജീവിതത്തിൽ ധൃതിയോടെയും തിടുക്കത്തോടെയും ആയിരിക്കരുത്. എപ്പോഴും ശാന്തതയോടെയും സൗമ്യതയോടും കൂടി ആയിരിക്കുക. ലോകം മുഴുവനും നിങ്ങൾക്ക് ചുറ്റും അപ്സെറ്റായാലും നിങ്ങളുടെ ആത്മീയമായ ശാന്തത കൈവെടിയരുത്. ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെ ജീവിത മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ശാന്തശീലതയോടും വിനയത്തോടും എളിമയോടും കൂടി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.